ഹലോ ഗുട്ടൻ ടാഗ് വെൽക്കം ഓഫ് മൈനം ഖനാൽ വെൽക്കം ടു മൈ ചാനൽ ഈസി ജർമ്മൻ ഇൻ മലയാളം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഗെനറ്റീവ് കേസ് എന്താണെന്നുള്ളത് നോക്കാം. ജർമ്മനിൽ നമ്മൾ നോമിനാറ്റീവ്, അക്യൂസാറ്റീവ്, ഡാറ്റീവ് അത് കഴിഞ്ഞിട്ട് വരുന്ന മറ്റൊരു കേസാണ് ഗെനറ്റീവ് എന്ന് പറയുന്നത്. അതായത് വെസൻ മീൻസ് ഹൂസ്, ആരുടെ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഉത്തരം. അതായത് റീപ്ലേസ്മെൻറ്റ് ഓഫ് എസ് ഓർ ഓഫ്, ഷോസ് ബിലോങ്ങിങ് ഓർ പൊസഷൻ. അതായത് ഇപ്പം നമ്മൾ പറയില്ലേ, എൻ്റെ ബ്രദറിൻ്റെ കാറാണ്, അല്ലെങ്കിൽ എൻ്റെ സിസ്റ്ററിൻ്റെ വളയാണ്, എൻ്റെ ഫാദറിൻ്റെ ഷോപ്പാണ്. അങ്ങനെ നമ്മൾ ഇൻ്റെ ചേർത്ത് നമ്മൾ പറയില്ലേ, നമ്മൾ അതൊരു പൊസഷൻ, ഒരു അവകാശം, അല്ലെങ്കിൽ അതാണ് പൊസഷൻ, അതാണ് പറയുന്നത്. കറക്റ്റിൻ്റെ മലയാളം എനിക്ക് കിട്ടുന്നില്ല. ഒരു പൊസഷൻ അതാണ് മീൻ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മൾക്കിത് എഴുതാൻ പറ്റുന്നത്. ആദ്യത്തേത് വിത്ത് പ്രോപ്പർ നൗൺസ്. അതായത് ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ, ഇപ്പം ബ്രദറിൻ്റെ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. മാർക്സ് കാർ, പീറ്റേഴ്സ് പെൻ, ഇവാസ് ഹൗസ്. അപ്പോൾ ഇതിൽ അപ്പോസ്ട്രോഫി ചേർത്തിട്ടാണ് നമ്മൾ ഒരു സംഭവം പറഞ്ഞിരിക്കുന്നത് അല്ലേ. മാർക്സ് കാർ എന്ന് വെച്ചാൽ മാർക്ക് എന്ന് പറഞ്ഞ ആളുടെ കാറാണ്, പീറ്ററിൻ്റെ പേനയാണ്, ഇവയുടെ വീടാണ്. സോ ഇതെന്ന് പറയുന്ന ഒരു പ്രോപ്പർ നൗണാണ് അല്ലേ, ഒരു ക്ലിയർ ആയിട്ട് ആ വ്യക്തി ആരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് എക്സ്ട്രാ ഒരു എസ് ചേർത്ത് കൊടുത്താൽ മതി. അതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. മാർക്സ് ഔട്ടോ. ആ മാർക്ക് എന്നുള്ള ഒരു പേര് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ എന്തുകൂടി ചേർത്ത് കൊടുക്കുക, ഒരു എസ്സും കൂടി അഡീഷണലി ചേർത്ത് കൊടുക്കുക. ഇനി രണ്ടാമത്തേത് പീറ്റേഴ്സ് പെൻ, അത് പീറ്റേഴ്സ് കൂലി. ലാസ്റ്റ് പീറ്റർ എന്ന് എഴുതിയിരിക്കുന്നത് കഴിഞ്ഞിട്ട് ഒരു എസ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഇവാസ് ഹൗസ്, അവിടെയും എന്താണ് ലാസ്റ്റ് ഒരു എസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ സിമ്പിളാണ്. ഇനി ഇങ്ങനെ അല്ലാതെ ഇതിപ്പോൾ വളരെ എളുപ്പമാണ്. നമുക്കിങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു നൗണ് കാണുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു എസ് ചേർത്ത് കൊടുത്ത് നമുക്ക് ആ സെൻറ്റൻസ് അങ്ങ് എഴുതിയാൽ മതി. ഇനി അല്ലാതെ വേറെ രീതിയിലാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ എഴുതാറുള്ളത് സെൻറ്റൻസ്. ഇത് നമുക്ക് നോക്കാം. അതിനു മുമ്പേ ഇതിൻ്റെ ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ടേബിളും ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ടേബിളും നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മളിതുവരെ പഠിച്ചിട്ട് വന്നിട്ടുള്ളത് നോമിനാറ്റീവ്, അക്യൂസാറ്റീവ്, ഡാറ്റീവ്. ഇനി നാലാമത്തെ കേസ് എന്ന് പറയുന്നത് ഗെനറ്റീവ്. സോ അത് മസ്കുലിൻ നൗൺ ആണെങ്കിൽ ഡെസ്, നോയിട്രോ ആണെങ്കിൽ ഡെസ്, ഫെമിനിൻ ഡെയർ, പ്ലൂറാൽ ഡെയർ. അപ്പം നിങ്ങൾക്ക് കാണാം, ഞാൻ താഴെ ഒരു എസും ഇ എസും എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ മുകളിൽ നമ്മൾ ഈ ഡെസ് എന്ന് പറയുന്നത് ഇപ്പം ബ്രൂഡർ എന്ന് വെച്ചാൽ ബ്രദർ. അപ്പം ആ ഒരു നൗണിൻ്റെ ആർട്ടിക്കിൾ എന്താണ്? ഡെയർ ബ്രൂഡർ, മസ്കുലിൻ നൗണാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഡെയറിന് പകരം ഗെനറ്റീവ് കേസിൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഡെസ്. ഇനി ഈ താഴെ കൊടുത്തിരിക്കുന്ന എസ് ഓർ ഇ എസ് എന്ന് പറയുന്നത് ആ ഒരു നൗണ് അവസാനിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഡെസ് ബ്രൂഡർ എന്ന് നമ്മൾ എഴുതിയല്ലോ. അപ്പോൾ അതിൻ്റെ അവസാനം ആ ഈ ബ്രൂഡർ, ഡെയർ ബ്രൂഡർ, ഇതിന് ശേഷം ഒന്നുകിൽ നമ്മൾ എസ് ചേർത്ത് കൊടുക്കും, അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് കൊടുക്കും. ഓക്കെ, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇതേപോലെ തന്നെയാണ് നോയിത്ര ആയാലും. ഇപ്പം നോയിത്രം ഡെസ് നമ്മളപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ബൂഹ് BUCH, ബൂഹ്, അതായത് ബുക്ക്. അപ്പോൾ അതിൻ്റെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഡസ് ആണ്. ഓക്കെ, സോ ഡസ് ബൂഹ്, അതിൻ്റെ അവസാനം എന്തായിരിക്കും? ഇതേപോലെ തന്നെ ഒന്നുകിൽ നമ്മൾ എസ് ചേർത്ത് കൊടുക്കും, അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. പക്ഷേ
ഫെമിനിനും പ്ലൂറാലിനും അങ്ങനെ ഇല്ല, നൗൺ എൻഡിങ് ഇല്ല. ഓക്കെ, unbestimmte ആർട്ടിക്കിൾ വരുമ്പോൾ ഇവിടെ താഴെ ഗെനറ്റീവ് ഐനസ്, നോയിത്രം ഐനസ്, ഫെമിനിൻ ഐനർ, പ്ലൂറാൽ ഇല്ല. ഓക്കെ, സോ ഇവിടെ അതുപോലെ തന്നെയാണ് നൗൺ എൻഡിങ് എസ് ഓർ ഇ എസ്, ഇവിടെയും അതുപോലെ തന്നെ. ഓക്കെ, ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ഓൺലി ഫോർ മസ്കുലിൻ ആൻഡ് ന്യൂട്രൽ. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ എസ് ഓർ ഇ എസ് ചേർത്ത് കൊടുക്കുന്നത് മസ്കുലിൻ നൗണിനും അതുപോലെ തന്നെ നോയിത്രം, ഈ രണ്ടിനും മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഈ എസ് അല്ലെങ്കിൽ ഇ എസ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇ എസ് മോണോസിലബിൾ നൗൺ അല്ലെങ്കിൽ നൗൺസ് എൻഡിങ് വിത്ത് എസ് സി എച്ച്, അതായത് മോണോസിലബിൾ ആയിട്ടുള്ള നൗണിനും അതുപോലെ തന്നെ ഒരു നൗണ് അവസാനിക്കുന്നത് എസ് സി എച്ച്, എസ് ടി, എസ്, ഡബിൾ എസ്, എച്ച്, ഇക്സ്, സെറ്റ്, ടി സെഡ്, സി എച്ച് എസ്, ഇതുപോലെയുള്ള ലെറ്ററുകളിലാണ് നമ്മുടെ ആ ഒരു നൗണ് അവസാനിക്കുന്നതെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇ എസ് ആയിരിക്കും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു രീതി എന്ന് പറഞ്ഞാൽ മോണോസിലബിൾ എന്ന് പറയുന്നത് ഒറ്റ സൗണ്ടിൽ നമുക്ക് ആ ഒരു വാക്ക് പറയാൻ പറ്റുന്ന ടൈപ്പ്. അതാണ് ഞാൻ ഈ താഴെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഡെയർ മൺ, ഡെയർ എന്നുള്ളതിൻ്റെ ആ ഒരു ആറ് എല്ലാം ഞാനങ്ങനെ ഷോർട്ടാക്കിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡെയർ മൺ, ഡസ് കിൻഡ്, ഡസ് ഗ്ലാസ്, ഡസ് ലാൻഡ്, ഡെയർ ബാവും, ഡസ് ബൂഹ്, ഡസ് ഹൗസ്, ഡെയർ ടിഷ്, ഡെയർ ഫൂസ്. അപ്പോൾ ഈ വാക്കുകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും, നമ്മൾ ആ ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഒരൊറ്റ ഫ്ലോയിലാണ്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റത്തെ വേർഡ് ഡെയർ മൺ, ഈ മൺ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഗ്യാപ്പോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ, നമുക്ക് ആ ഒരു വാക്ക് പിരിച്ച് പറയാൻ പറ്റില്ല. മൺ, കിൻഡ്, ഗ്ലാസ്. സോ ഇതാണ് ഈ മോണോസിലബിൾ നൗൺ എന്ന് പറയുന്നത്. ഒരു ഒറ്റ ഫ്ലോയിൽ നമുക്ക് അതിന് ഒരു ഒറ്റ സൗണ്ടേ കാണൂ നമുക്ക് ആ ഒരു വേർഡിന്, ആ ഒരു നൗണ് പറയുമ്പോഴത്തേക്ക്. സോ അങ്ങനെയുള്ളതിനെയാണ് ഈ മോണോസിലബിൾ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കുക? ഇ എസ് ചേർത്ത് കൊടുക്കുക. ഇനി പോളിസിലബിൾ എന്ന് പറയുന്നത് നമുക്കതൊന്നും പിരിച്ച് പറയാൻ പറ്റും. അതായത് ഒന്നിൽ കൂടുതൽ സൗണ്ടായിരിക്കും നമ്മൾ ആ ഒരു വാക്ക് പറയുമ്പോൾ. ഫോർ എക്സാമ്പിൾ, ഡെയർ ഫാറ്റർ, അതായത് ഇപ്പം ഫാ ടർ, ആ ഫാ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ആ നാവ് നമ്മൾ മുകളിൽ മുട്ടിച്ചിട്ടല്ലേ നമുക്കത് പറയാൻ പറ്റുന്നത്. ഫാറ്റർ, ഫാറ്റർ. രണ്ടാമത്തെ നൗണ് ഡെയർ ഓങ്കൽ, ഓങ്കൽ. ഒറ്റ ഫ്ലോയിൽ നമുക്ക് നേരത്തെ മൺ, കിൻഡ് പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പം രണ്ട് സൗണ്ട് നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക്. ഓങ്കൽ. ദസ് ടെലഫോൺ, ഡെയർ ലേറർ, ദസ് ഫെൻസ്റ്റർ, ദസ് ഔട്ടോ, ഔട്ടോ. കാണുമ്പോഴത്തേക്ക് ഇത് സിമ്പിൾ വേർഡ് അല്ലേ, ഇത് ഇപ്പോൾ മോണോസിലബിൾ അല്ലെങ്കിൽ ചിലപ്പം തോന്നും, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ പറഞ്ഞ് നോക്കുമ്പോൾ ഔട്ടോ രണ്ട് സൗണ്ടാണ് വരുന്നത്. സോ ഡെയർ ഉണ്ടറിഷ്ട്, ദസ് മേച്ചൻ. നിങ്ങളത് ഒന്നുകൂടി പറഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. മുകളിലാണെങ്കിൽ മൺ, കിൻഡ്, ഗ്ലാസ് ഒരൊറ്റ ഫ്ലോയിലാണ് പോകുന്നത്. നമ്മൾ 2 പ്രാവശ്യം നമ്മുടെ നാവ് ഇങ്ങനെ മുട്ടിച്ച് നമ്മൾ ആ ഒരു അങ്ങനെയല്ല നമ്മൾ ആ വാക്ക് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ മാൻസ് കാർ ഈസ് ന്യൂ. സോ ഈ ആളുടെ കാർ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ മാൻസ് കാർ ഈസ് ന്യൂ, പുതിയതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് ഇപ്പം നോക്കാം. ഇതിൽ സബ്ജക്റ്റ് എന്താണ്? ഈ അപ്പോസ്ട്രോഫി കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കണം ഇത് കേസ് ഗെനറ്റീവ് ആണെന്നുള്ളത്. ഓക്കെ, ദ മാൻസ്, ഇതിൽ ആ ഒരു പൊസഷൻ അല്ലെങ്കിൽ ആ ഒരു ആരുടെ കാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദ മാൻസ്, ഈ പറയുന്ന ആളുടെ കാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? ഡസ് ഔട്ടോ.
കാറാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. സോ ആ കാറ് ആരുടേതാണ്? ദ മാൻ. ഓക്കെ, സോ അത് പുതിയതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദസ് ഔട്ടോ, അപ്പം സബ്ജക്റ്റ് എന്താണ്? കാറ്. ഇവിടെ നമ്മൾ ഈ ഡെസ് എഴുതേണ്ട കാര്യമുണ്ടോ? അല്ല. കാര്യം എന്താണ്? അത് ഗെനറ്റീവാണോ? അത് ഇവിടുത്തെ സബ്ജക്റ്റ് ആണല്ലേ. ദസ് ഔട്ടോ. ഗെനറ്റീവ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എവിടെയാണ്? ഈ പൊസഷൻ പറഞ്ഞിരിക്കുന്നിടത്താണ്. ഓക്കെ, സോ ഇത് നമ്മൾ സാധാ നൗൺ നോമിനാറ്റീവ് ദസ് ഔട്ടോ. ഔട്ടോയുടെ ആർട്ടിക്കിൾ, കാറിൻ്റെ ആർട്ടിക്കിളാണ് ഡസ്, അതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നോമിനാറ്റീവ് കേസ്. ഇനിയാണ് നമ്മൾ ആ ഗെനറ്റീവ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സോ ദ മാൻ, ഡെയർ മൻ. നോർമലി ആ നൗൺ എന്ന് പറയുന്നത് എന്താണ്? ഡെയർ മൻ അല്ലേ. ഡെയർ മൻ. അത് ഗെനറ്റീവ് ആകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് മുന്നേ നോക്കി ഡസ് മൻ എഴുതിയിട്ട് ലാസ്റ്റ് എന്ത് ചേർത്ത് കൊടുക്കും? എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് കൊടുക്കും. സോ നോക്കാം, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് മോണോസിലബിൾ നൗൺ ആണ്. അപ്പോൾ എന്താണ്? എൻഡിങ് ഇ എസ് ചേർത്ത് കൊടുക്കാം. സോ ഡെസ് മനസ്, ഡസ് ഔട്ടോ ഡെസ് മനസ് ഈസ്റ്റ് നോയ്. മനസ്സിലായോ? ഇനി ഇതേ സെൻറ്റൻസ് തന്നെ നമുക്ക് എങ്ങനെയും പറയാം. ദ കാർ ഓഫ് ദി മാൻ ഈസ് ന്യൂ. നമുക്ക് അങ്ങനെയും പറഞ്ഞൂടെ? ഈ ഒരേ സെൻറ്റൻസ് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ദ മാൻസ് കാർ ഈസ് ന്യൂ അല്ലെങ്കിൽ ദ കാർ ഓഫ് ദി മാൻ ഈസ് ന്യൂ. സോ ഇവിടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ നോക്കിയാൽ മതി. ആ ഓഫ് അത് എന്തിലോട്ടാണ് പോയിരിക്കുന്നത്? ഓഫ് ദി മാൻ, ആ മാനിലേക്കാണ് പോയിരിക്കുന്നത്. സോ അവിടെയാണ് മാനിലാണ് നമ്മൾ എന്ത് ചേർക്കേണ്ടത്? ഗെനറ്റീവ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? സെയിം തന്നെയാണ്. എന്ത്? കാറ്. ദസ് ഔട്ടോ ഡസ് മനസ് ഈസ് നോയ്. ഓക്കെ, നിങ്ങളിത് വീണ്ടും കേട്ട് മനസ്സിലാക്കി നോക്കുക ഇപ്പം മനസ്സിലായില്ലെങ്കിൽ. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ദ ലേഡീസ് ബാഗ് ഈസ് എക്സ്പെൻസീവ്. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇപ്പം ദ മാൻസ് കാർ ഈസ് ന്യൂ. നമ്മളിപ്പോൾ ഇതിങ്ങനെയാണ് എഴുതിയത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈസി ആയിട്ട് അപ്പോസ്ട്രോഫി വരുന്ന കേസിൽ മാർക്സ് ഔട്ടോ സിമ്പിളായിട്ട് ലാസ്റ്റ് ഒരു എസ് മാത്രം ചേർത്ത് എഴുതി. അപ്പോൾ ആദ്യമേ നിങ്ങൾ അങ്ങനെ എഴുതിക്കൂടെ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇതൊരു പ്രോപ്പർ നൗൺ ആണോ? അല്ല. അല്ലെങ്കിൽ തന്നെയും നമുക്ക് അതൊരു റൂളാണ്, നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. എങ്ങനെ? ഇവിടെ ദ മാൻസ് കാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഡെസ് മനസ് ഔട്ടോ ഇസ് ദി ന്യൂ, അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റില്ല. അത് തെറ്റാണ്. ഇനി ദ ലേഡീസ് ബാഗ് ഈസ് എക്സ്പെൻസീവ്. അപ്പോസ്ട്രോഫി ചേർത്ത് നമ്മൾ അത് എഴുതി. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഗെനറ്റീവ് കേസാണ്. ഇനി ഇതേ സെൻറ്റൻസ് തന്നെ നമുക്ക് എങ്ങനെയും പറയാം. ദ ബാഗ് ഓഫ് ദി ലേഡീസ് എക്സ്പെൻസീവ്. ഓഫ് ദി ലേഡി. അപ്പോൾ ഇവിടുത്തെ ഗെനറ്റീവ് ആർക്കാണ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്? ദ ലേഡി. ഇവിടെ കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും അല്ലേ. സോ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബാഗ്. ഓക്കെ, സോ ഡി ടാഷ നോമിനാറ്റീവ്. ടാഷ എന്ന് പറയുന്നത് എന്താണ്? ബാഗ്. അതിൻ്റെ ആർട്ടിക്കിൾ ഡി ആണ്, ഫെമിനിൻ നൗൺ ആണ്. ഇനി ദി ഫ്രൗ. ഫ്രൗവിന് ഫെമിനിൻ എന്താണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്? ഡെയർ. അവിടെ നമുക്ക് നൗൺ എൻഡിങ് ഒന്നും ഇല്ലല്ലോ, ഫെമിനിനും ഇല്ല പ്ലൂറലിനും ഇല്ല. സോ നമ്മൾ ഈസി ആയിട്ട് അവിടെ ഡെയർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഡി ടാഷ ഡെയർ ഫ്രൗ ഈസ് ടോയർ എക്സ്പെൻസീവ്. രണ്ടാമത്തെ ഇതിൻ്റെതായാലും എങ്ങനെ? ഡി ടാഷ ഡെയർ ഫ്രൗ ഈസ് ദ ടോയർ. രണ്ടും നമുക്ക് സെയിം ആയിട്ട് തന്നെയാണ് ആൻസർ വരുന്നത്. നോ എൻഡിങ് ഫോർ ഫെമിനിൻ ആൻഡ് പ്ലൂറൽ. ഓക്കെ, ഇനി നമുക്ക് ഉൻബെസ്റ്റിംഗ് ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. ഇത്രയും നേരം നമ്മൾ ദ ബെസ്റ്റിംഗ് ആർട്ടിക്കിളല്ലേ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇനി എ ഉൻബെസ്റ്റിംഗ് ആർട്ടിക്കിൾ. എ മാൻസ് ഹൗസ്. അത് നമുക്ക് എങ്ങനെ പറയാം? ദസ് ഹൗസ് eines
മാനസ്. ഇവിടെ എന്താ വ്യത്യാസം? എ മാൻസ് ഹൗസ്. അപ്പോൾ ഇവിടെ ഐനസ്. മറ്റേത് ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ആയിരുന്നപ്പോഴും നമ്മളവിടെ ഡെസ് ചേർത്തു. ഇത് ഉൺബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ആയതുകൊണ്ട് ഐനസ്. ഐനസ്, ദസ് ഹൗസ്, ഐനസ്. അതുപോലെ തന്നെ മാൻ മോണോസിലബിൾ ആണ്. സോ നമ്മൾ ലാസ്റ്റ് എന്ത് ചേർത്തു? ഇ എസ് ആഡ് ചെയ്തു. അടുത്തത് എ കിഡ്സ് പെൻസിൽ. ഒരു കുട്ടിയുടെ പെൻസിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഗെനറ്റീവ്. പെൻസിൽ എന്ന് പറഞ്ഞാൽ ഡെയർ ബ്ലൈസ്റ്റിഫ്റ്റ്. ആരുടെ? കുട്ടി. അപ്പോൾ ദസ് കിൻഡ്. മനസ്സിലാവും, അത് ന്യൂട്രൽ നൗണാണ്, നോയിത്രോ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചു മസ്കുലിൻ ആൻഡ് നോയിത്രം. അതിനാണ് നമ്മൾ ഈ അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫെമിനിൻ ആൻഡ് പ്ലൂറൽ ഇല്ലല്ലോ നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെയും ഐനസ്, കിൻഡസ്, കിൻഡ്. ഓക്കെ, ഇനി മൈ ഫാദേഴ്സ് കാർ. ഗെനറ്റീവ് ദസ് ഔട്ടോ മൈനസ് ഫാറ്റേഴ്സ്. സോ ഇത് നമുക്കറിയാം പോളിസിലബിളാണ്. നമ്മൾ മുന്നേ എക്സാമ്പിൾ നോക്കി. അപ്പം എസ് ആണ് വരുന്നത്. ഫാറ്റർ 2 സൗണ്ടാണ് നമ്മൾ അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ വരുന്നത് അല്ലേ. സോ ദ കാർ സബ്ജക്റ്റ്, ദസ് ഔട്ടോ മൈനസ് ആരുടെ? എൻ്റെ. ഓക്കെ, സോ മൈനസ് അവിടെ ഇ എസ് ചേർത്ത് കൊടുത്തു, എസ്, കാർ. ഇനി യുവർ ഡോട്ടേഴ്സ് അപ്പാർട്ട്മെൻറ്റ്. നിങ്ങളുടെ മകളുടെ അപ്പാർട്ട്മെൻറ്റ്. സോ എന്താണ് ഇവിടുത്തെ സബ്ജക്റ്റ്? ഡി വോണു. അപ്പാർട്ട്മെൻറ്റാണ് ഇവിടുത്തെ സബ്ജക്റ്റ്, നോമിനാറ്റീവ്. സോ ഡി വോണു. ആരുടെ? യുവർ, നിങ്ങളുടെ. അത് ഡൈനർ ഇൻഫോർമൽ ആണെങ്കിൽ, ഇത് പ്ലൂറൽ ആണെങ്കിൽ, ഇത് ഫോർമൽ ആണെങ്കിൽ. സോ ഡി വോണു ഡൈനർ ടോchter. ഓക്കെ, സോ ഫെമിനിൻ നൗൺ എന്തായി? ഫെമിനിൻ നൗൺ എന്ന് പറയുന്നത് ഡി ടോchter ആണല്ലോ. സോ അത് ഫെമിനിൻ ആണ്, ഡെയർ ചേർത്ത് കൊടുത്താൽ മതി. സോ നമുക്കിനി ഒരു എക്സാമ്പിൾ നോക്കാം. മൈ അങ്കിൾസ് കാർ ഈസ് ന്യൂ. എൻ്റെ അങ്കിളിൻ്റെ കാറ് എന്താണ്? പുതിയതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് കാണുമ്പോഴേ നമുക്കറിയാം എന്താണ് ഇത് ഇവിടുത്തെ ഗെനറ്റീവ് കേസാണ് അല്ലേ. കാറ് സബ്ജക്റ്റ്. അപ്പോൾ എന്താണ് ആദ്യമേ നമ്മൾ എന്ത് എഴുതും? സബ്ജക്റ്റ് എഴുതും. സോ കാർ എന്നുള്ള എന്താണ്? ദസ് ഔട്ടോ, ദസ് ഔട്ടോ. ഇനി എന്താണ്? എൻ്റെ അങ്കിളിൻ്റെ, മൈ അങ്കിൾസ് അല്ലേ. സോ അങ്കിൾ എന്നുള്ളത് എന്താണ്? ഒങ്കൽ. ആർട്ടിക്കിൾ ഡെയർ, ഡെയർ ഒങ്കൽ. സോ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മസ്കുലിൻ നൗൺ ആണ്. മസ്കുലിൻ നൗൺ വരുമ്പോൾ ഇവിടെ നമ്മൾ നോക്കി ആർട്ടിക്കിൾ എന്താണ്? ഡെസ് ആണ് എഴുതേണ്ടത് അല്ലേ. ഡെസ്. നൗണ്, ആ നൗൺ എൻഡിങ്ങിനാണ് നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കുന്നത്? എസ് ഓർ ഇ എസ്. പക്ഷേ അതിൻ്റെ ആർട്ടിക്കിൾ എന്താണ്? ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ആർട്ടിക്കിൾ ആൻഡ് എൻഡിങ് ഓഫ് നൗൺ. അത് തമ്മിൽ മാറിപ്പോകരുതേ നിങ്ങൾക്ക്. സോ ദസ് ഔട്ടോ മൈനസ് ഇ എസ്. ഓക്കെ, മൈനസ് ഒങ്കൽ. ഇനി അപ്പം നമ്മൾ ആ ആർട്ടിക്കിൾ ആദ്യം എഴുതി എന്താണ്? ഡെസ് ആണ് അവിടെ വരുന്നത്. അപ്പം മൈനസ് നമ്മളത്തേക്ക് മൈൻ കഴിഞ്ഞിട്ട് ആ ഒരു ഇ എസും കൂടി ചേർത്ത് കൊടുത്തു. മൈനസ് മൈൻ ഒങ്കൽ. ഇതിപ്പോൾ ഗെനറ്റീവ് അല്ലായിരുന്നെങ്കിലോ? മൈൻ ഒങ്കൽ. കാര്യം എന്തുകൊണ്ട് മൈൻ വന്നു? അത് മസ്കുലിൻ നൗൺ ആയതുകൊണ്ട്. സോ ഇവിടെ ഗെനറ്റീവ് ആയതുകൊണ്ട് ഇ എസ്, ആർട്ടിക്കിൾ നമ്മൾ ഇ എസ് ചേർത്ത് കൊടുത്തു. ഡെസ്സിന് നമ്മൾ പഠിച്ചല്ലോ ഡെസ്. സോ അത് ഇവിടെ വരുമ്പോൾ മൈനസ് ഒങ്കൽ. ഇനി നൗൺ എൻഡിങ് നോക്കണ്ടേ? ഇ ആണോ അല്ലെങ്കിൽ ഇ എസ് ആണോ എന്ന് നോക്കണ്ടേ? അപ്പോൾ ഇത് എന്ത് നൗണാണ്? മോണോസിലബിൾ ആണോ അല്ലെങ്കിൽ പോളിയാണോ? നമ്മളിപ്പോൾ പഠിച്ചുള്ളൂ പോളിസിലബിൾ, 2 സൗണ്ട് വരുന്ന നൗണ്. സോ ലാസ്റ്റ് എസ്. ഒങ്കൽസ് ist neu. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ബാക്കി നിങ്ങൾ തനിയെ ചെയ്ത് നോക്കാം. ആൻസർ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ദ ഗാർഡൻ ഓഫ് മൈ ഹൗസ് ഈസ്
ബ്യൂട്ടിഫുൾ. ദ ഗാർഡൻ ഓഫ് മൈ ഹൗസ്. സോ ഇവിടുത്തെ ഗെനറ്റീവ് എന്താണ്? മൈ ഹൗസ്, എൻ്റെ വീട്. അതാണ് ഇവിടുത്തെ ഗെനറ്റീവ് അല്ലേ? ഈസ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു അഡ്ജക്റ്റീവാണ്. സോ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? ദ ഗാർഡൻ. സോ ദി ഗാർഡൻ എന്ന് പറയുന്നത് അത് മസ്കുലിൻ നൗണാണ്. നോമിനാറ്റീവ് കേസ് ഡെയർ ഗാർഡൻ. ഇനി ഗെനറ്റീവ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്താണ്? എൻ്റെ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, പൊസസീവ് ആർട്ടിക്കിൾ. സോ അതേപോലെ തന്നെ ഹൗസ്, അതിൻ്റെ ആർട്ടിക്കിൾ എന്താണ്? ദസ് ഹൗസ്, നോയിത്രം നൗണാണ്. അപ്പം മസ്കുലിൻ നൗണായാലും നോയിത്രമായാലും എന്താണ്? ഡെസ് ആണ് നമ്മൾ പഠിച്ചു. ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെ മസ്കുലിൻ ആയാലും നോയിത്ര ആയാലും ആ നൗണിൻ്റെ ആർട്ടിക്കിൾ എന്താണ്? ഡെസ് ആണ്. ഓക്കെ. സോ ദസ് ഹൗസ്. ഇപ്പം അല്ലാത്ത കേസായിരുന്നെങ്കിൽ മൈൻ ഹൗസ് എന്ന് വന്നേനെ. ഇവിടെ മൈനസ് ലാസ്റ്റ് എന്ത് ചേർത്ത് കൊടുത്തു? ഇ എസ്. ആ ഡെസിൻ്റെ ഇ എസ് ചേർത്ത് കൊടുത്തു. മൈനസ്. ഇനി ഹൗസ്. ഇനി നിങ്ങൾ നോക്കിയേ, ഇത് മോണോസിലബിൾ ആണോ പോളിസിലബിൾ ആണോ? ഹൗസ് ഒരൊറ്റ ഫ്ലോയിൽ പോകുന്നതാണ്, മോണോസിലബിൾ ആണ് അല്ലേ? സോ നമ്മൾ ഇ എസും കൂടി ചേർത്ത് കൊടുക്കുക. മൈനസ് ഹൗസസ്. ഓക്കെ. ഈസ് ഷൂൺ മീൻസ് ബ്യൂട്ടിഫുൾ. ഓക്കെ. സോ ബാക്കി ഞാനൊരു 1, 2, 3, 4 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യം വീഡിയോ നന്നായിട്ട് നോക്കി മനസ്സിലാക്കി പഠിക്കുക. ശേഷം അത് തനിയെ ചെയ്ത് നോക്കി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.